കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ബഹുജന ധർണ നടത്തി. മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. വയനാട്ടിൽ ദുരന്തം നടന്ന് 4 മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതരെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്രത്തിലെ BJP സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള ജനതയോട് കാണിക്കുന്ന രാഷ്ട്രീയ പ്രതികാര നിലപാട് രാജ്യത്തിന്റെ ഫെഡറൽ ഭരണഘടനാ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറിയും കാഞ്ഞങ്ങാട് MLAയുമായ E. ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരള സംസ്ഥാനത്തെ പാടെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ച് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ബഹുജന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിന്റെ മനുഷ്യത്വരഹിതമായ ഈ അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നും MLA പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി എത്രമാത്രം വലുതായിരുന്നു എന്നതിനെ കുറിച്ച് കേരളീയർക്കാർക്കും സംശയമില്ല. വയനാടുകാർക്ക് മാത്രമല്ല, കേരളത്തിലും അതിനപ്പുറത്തുള്ള മലയാളികൾക്കെല്ലാം അത് ഏറെക്കുറെ ബോധ്യമാണ്. അങ്ങനെ ബോധ്യമായ ഒരു വിഷയത്തിൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരതിന് പറയുന്ന ന്യായങ്ങൾ ഒരുപാട് ന്യായങ്ങളാണ്. BJPയുടെ നേതാക്കന്മാർ പലരും അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ആ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടാൽ തോന്നുക ഇതേതോ ഔദാര്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാനത്തെ ഗവൺമെന്റ് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നു എന്നാണ്. സമരത്തിൽ CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. മുൻ MP P. കരുണാകരൻ, MLAമാരായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M. രാജഗോപാലൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, കേരള കോൺഗ്രസ് M നേതാവ് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, NCP നേതാവ് കരീം ചന്ദേര, JDS നേതാക്കളായ KM ബാലകൃഷ്ണൻ, PP രാജു, RJD നേതാവ് VV കൃഷ്ണൻ, കോൺഗ്രസ് S നേതാവ് M. അനന്ത നമ്പ്യാർ, INL നേതാക്കളായ അസീസ് കടപ്പുറം, M. ഹമീദ് ഹാജി, കേരള കോൺഗ്രസ് B നേതാവ് PT നന്ദകുമാർ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് സണ്ണി അരമന, കേരള കോൺഗ്രസ് കറിയം വിഭാഗം നേതാവ് രതീഷ് പുതിയവരയിൽ, കേരള കോൺഗ്രസ് S നേതാക്കളായ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, വിജയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.